Hi everyone, I am Yasser from IELC's Speaking Simple and Correct English. Today, let's discuss about a simple sentence structure am, is, are. Am, is, are എന്നീ മൂന്ന് ഓക്സിലറീസ്, മൂന്ന് പദങ്ങൾ ഉൾപ്പെടുന്ന സിമ്പിൾ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നത് മനസ്സിലാക്കാം. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായി തന്നെ ചോദിക്കാനും പറയാനും കഴിയും. ആം, ഈസ്, ആർ എന്നീ മൂന്ന് പദങ്ങൾക്ക് എന്താണ് അർത്ഥം? ആണ്, ആകുന്നു എന്ന് മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഐ എം എ ടീച്ചർ. ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ എം വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഐ എം ഫ്രം പുത്തനത്താണി, ഞാൻ പുത്തനത്താണിക്കാരനാണ്. ഐ എം ടേക്കിംഗ് ക്ലാസ്, ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഇങ്ങനെ ആണ് എന്ന് അവസാനത്തിൽ വരുന്ന ഏത് കാര്യങ്ങളും പൊതുവെ ആം, ഈസ്, ഓർ, ആർ എന്നീ മൂന്ന് പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുക. അപ്പം ഐ ആം, എവറിബഡി നോസ് ദാറ്റ്. അതേപോലെ തന്നെ യു ആർ, നീയാണ്. വി ആർ, നമ്മളാണ്. ദേ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദേ ആർ, അവരാണ്. ഐ എം, യു ആർ, വി ആർ, നമ്മളാണ്. ദേ ആർ, അവരാണ്. നൗ ഒരാളെ കുറിച്ചാണെങ്കിൽ ഹി ഈസ്, അവനാണ്. ഷീ ഈസ്, അവളാണ്. ഇറ്റ് ഈസ്, ഒരു വസ്തു, എന്തെങ്കിലും ഒരു വസ്തു, പെൻ. ഇറ്റ് ഈസ്, ഇതാണ് എന്ന് പറയും. അതേപോലെ ഇനി ഏതൊരു പ്ലൂറൽ സെന്റൻസ് ആണെങ്കിലും, ഇപ്പം കുട്ടികൾ, ദ ബോയ്സ് ആർ, ദ ഗേൾസ് ആർ, ദ ബുക്സ് ആർ, ദ പെൻസ് ആർ, മൈ ഫ്രണ്ട്സ് ആർ, മൈ ബ്രദേഴ്സ് ആർ. അതേപോലെ സിംഗുലർ ആയിട്ടുള്ള ഏകവചനമായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് ദ പെൻ ഈസ്, ദ ബുക്ക് ഈസ്, ദി മൊബൈൽ ഈസ്, മൈ ഫ്രണ്ട് ഈസ്, മൈ ഫ്രണ്ട്സ് ആർ, മൈ ഫ്രണ്ട് ഈസ്, മൈ ഫാദർ ഈസ്, മൈ മദർ ഈസ്, മൈ സിസ്റ്റേഴ്സ് ആർ, മൈ സിസ്റ്റർ ഈസ്, എൻ്റെ സിസ്റ്റർ ആകുന്നു. മൈ സിസ്റ്റേഴ്സ് ആർ, എൻ്റെ സിസ്റ്റേഴ്സ് ആകുന്നു. ഈ രീതിയിലുള്ള sentence structures. Now look at the screen and see the sentences as examples given there. How to make all these sentences negative? Very easy. We add a not on that. So it becomes alla. I am not, njanalla. I am not, njanalla. You are not, nee alla. She is not, avalalla. He is not, avanalla. We are not, nammalalla. They are not, avaralla. The book is not good. Ee pusthagam nalladalla. The pen is not working. Pen work cheyyunnilla. He is not coming. Avan varunnilla. She is not going. അവള് പോകുന്നില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യം ഇല്ല. നെഗറ്റീവ്സ്. നൗ എങ്ങനെയാ ഒരു ചോദ്യം ഉണ്ടാക്കുന്നത്? നൗ ഐ എം യാസിർ, ഞാൻ യാസിറാണ്. ആം ഐ യാസിർ, ഞാൻ യാസിറാണോ? ആം ഐ യാസിർ? ആം ഐ? ഐ ആം. ആം ഐ? ആം ഐ ചോദ്യം, ഐ എം ഉത്തരം. ഐ എം ഉത്തരം. ആം ഐ ക്വസ്റ്റ്യൻ. യു ആർ, നീയാണ്. ആർ യു, നീയാണ്. ചോദ്യം. ആർ യു ചോദ്യം. യു ആർ ഉത്തരം. ഷീ ഈസ്, അവളാണ്. ഇസ് ഷീ, അവളോ, അവളാണോ എന്ന ചോദ്യം. ഇസ് ഷീ വർക്കിംഗ്, അവൾ വർക്ക് ചെയ്യുകയാണോ? ഈസ് ഹി ഗോയിങ്, അവൻ പോകുകയാണോ? ഈസ് ദാറ്റ് ഓക്കെ, അത് ഓക്കെ ആണോ? ഈസ് ദാറ്റ്. ഈസ് ദിസ് ഫൈൻ, ഇത് ഫൈൻ ആണോ? ഈ രീതിയിൽ ഈസ് ദിസ്, ഈസ് ദാറ്റ്, ഈസ് ഷീ, ഈസ് ഹി,
അതേപോലെ are you, are they, are we, am I ചോദ്യം. Now, how to ask questions in detail? Like, how to ask questions for more details? We add WH, what, where, when, how, which, what, എന്ത്, when, എപ്പോൾ, where, എവിടെ, why, എന്തുകൊണ്ട്, who, ആര്, which, ഏത്, how, എങ്ങനെ തുടങ്ങിയ പദങ്ങൾ. എങ്ങനെ ഇത് ചോദ്യത്തിൽ പ്രയോഗിക്കുക? സിമ്പിൾ. ഒരു ഉദാഹരണത്തിന്, യു ആർ സ്റ്റഡിയിങ്, നീ പഠിക്കുകയാണ്. ക്വസ്റ്റ്യൻ, നീ പഠിക്കുകയാണോ എന്നെങ്ങനെയാ ചോദിക്കുക? ആർ യു, യു ആർ എന്നുള്ളത് ആർ യു എന്നായി. ആർ യു സ്റ്റഡിയിങ്, നീ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിയിങ്, നീ പഠിക്കുകയാണോ? നൗ, വാട്ട് ആർ യു സ്റ്റഡിയിങ്? വാട്ട് ആർ യു സ്റ്റഡിയിങ്? നീ എന്താണ് പഠിക്കുന്നത്? വേർ ആർ യു സ്റ്റഡിയിങ്? നീ എവിടെയാണ് പഠിക്കുന്നത്? വെൻ ആർ യു സ്റ്റഡിയിങ്? എപ്പോഴാണ് നീ പഠിക്കുന്നത്? വൈ ആർ യു സ്റ്റഡിയിങ്? എന്തിനാണ് നീയൊക്കെ പഠിക്കുന്നത്? എന്തുകൊണ്ട്? വൈ, എന്തുകൊണ്ടാണ് നീ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ഹു ആർ യു സ്റ്റഡിയിങ് വിത്ത്? നീ ആരുടെ കൂടെയാണ് പഠിക്കുന്നത്? WH questions to ask in detail. So we can ask a lot of questions in detail with this am, is, are. So when we understand this am, is, are, we use it in ആകുന്നു, ആണ് എന്നുള്ള ഏത് സ്റ്റേറ്റ്മെന്റുകൾക്കും നമുക്കിത് ഉപയോഗിക്കാം. അല്ല എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കി. ആണോ എന്ന് ചോദിക്കാൻ നമുക്കറിയാം. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്ന് തുടങ്ങിയ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ, യെറ്റ് വി നീഡ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. പ്രാക്ടീസ് ഇറ്റ് thoroughly because അതിനൊരു പ്രധാന കാരണം ഇത് പഠിയോ ഇല്ലേ എന്നുള്ളതല്ല. ഇത് പഠിക്കുന്നതോടുകൂടെ ഈ സ്ട്രക്ചറിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ, എനിക്ക് കഴിയുമെന്നാണ്. അപ്പൊ എനിക്ക് കഴിയൂല എന്നെങ്ങനെ പറയാം? ഐ cannot, എനിക്ക് കഴിയില്ല. ഐ ക്യാൻ സ്വിം, ഐ cannot swim. Now, I have a question. നിനക്ക് കഴിയോ ഇല്ലേ? How to ask? Can you? I can. Can I? You can. Can you? നിനക്ക് കഴിയോ? Can you? തിരിച്ചു പോകുന്നു. You can, നിനക്ക് കഴിയും. Can you? നിനക്ക് കഴിയോ? Doubtful. Can you swim? നിനക്ക് നീന്താൻ കഴിയുമോ? Can you swim? ഈ രീതിയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ ഇതേ സ്ട്രക്ചർ മതി. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചോദിക്കാനും സാധിക്കും. So all of you, I wish you all the best to practice it very well so that we can use this structure in many other forms and speak a lot. So guys, a small task for you. You have to write a few sentences using am, is and are. Any sentences. And then change these sentences into the negative form. അങ്ങനെയല്ല എന്ന് ഫോമിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് അങ്ങനെയാണോ എന്ന് ചോദിക്കാനുള്ള questions ആക്കി മാറ്റി. And then you change the same sentences into that detailed questions like WH, where, what, when, how, all these things. And finally, try to answer yourself for all those questions. For example, he is studying. He is not studying. Is he? He is studying. Question. Is he studying? And then, what is he studying? Where is he studying? Why is he studying? How is he studying? What subject is he studying? Who is he studying with? Why is he studying? What time is he studying? A lot of questions. And try to answer all these questions. What is he studying? He is studying maths.
Why is he studying? He is studying because he has exam tomorrow. When is he studying? He is studying now. Where is he studying? He is studying in his room. Who is he studying with? He is studying with his friend, etc. A lot of answers also we can try in this way. So I hope all of you will try and benefit it. Always understand, practice makes you perfect. Thank you very much. Have a good day.